UDF-ലെ അസോസിയേറ്റ് അംഗത്വം കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിരസിച്ചേക്കും. താൻ ഇപ്പോഴും NDA വൈസ് ചെയർമാൻ തന്നെയാണെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നിലപാട്. ഉടൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ PV അൻവറും CK ജാനുവും വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി യാതൊരു ഉപാധികളുമില്ലാതെ മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് വിശദീകരിച്ചത്. എന്താണിപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിലപാടായി വിശദീകരിക്കുന്നത് ഉമേഷ്? അല്പസമയത്തിനകം തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അനൗദ്യോഗികമായി നമ്മളോട് പറഞ്ഞത് താൻ ഇതുമായി ബന്ധപ്പെട്ട് താൻ ഇപ്പോഴും ഈ അടുത്ത കാലത്തൊന്നും ചർച്ച നടത്തിയിട്ടില്ല. മുൻപ് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. ഈ NDAയിൽ തൃപ്തനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെന്നെല്ലാം അന്ന് സൗഹൃദപരമായി പറഞ്ഞു. അല്ലാതെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല, അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിന് തന്നെ കൃത്യം 3 മണിയോട് കൂടി തന്നെ VSDP ചെയർമാൻ കൂടിയായ വിഷ്ണുപുരം ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണും, നിലപാട് വ്യക്തമാക്കും. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും NDA വൈസ് ചെയർമാൻ തന്നെയാണ്, NDA വൈസ് ചെയർമാൻ എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. താൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അതിപ്പോഴൊന്നും നടത്തിയിട്ടില്ല, അത് മുൻപ് നടത്തിയതാണ്. മുൻപ് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹത്തെ വിളിച്ച് NDAയിൽ എങ്ങനെയാണ് സാഹചര്യങ്ങൾ, തൃപ്തനാണോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി താൻ പറഞ്ഞിരുന്നു. അല്ലാതെ UDF പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അനൗദ്യോഗികമായുള്ള വാക്കുകളാണ്. എന്തായാലും അല്പസമയത്തിന് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് VSDPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. അല്പസമയത്തിന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചു. എല്ലാവരോടും ഒന്നിച്ച് പറയാം, എല്ലാവരോടും ഒന്നിച്ച് പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരോടും ഒന്നിച്ച് പറയാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ചർച്ച നടക്കാതെ നേതാക്കൾ അത് പരസ്യമായി വിശദീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ ഉമേഷ് ബാലകൃഷ്ണൻ? തീർച്ചയായും അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം അത് ഉടൻ വ്യക്തമാക്കാം. 3 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങൾ കാണും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് താൻ ഈ സമീപകാലത്തൊന്നും UDF നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല, UDF നേതാക്കളുമായി കണ്ടിട്ടില്ല. UDFിലെ ഒരു കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ബന്ധപ്പെട്ടിരുന്നു. അത് സമീപകാലത്തൊന്നുമല്ല, മുൻപ് ബന്ധപ്പെട്ടിരുന്നു. എങ്ങനെയാണ് NDAയുടെ സാഹചര്യം എന്നുള്ളതാണ്. താൻ ഇപ്പോഴും NDAയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. താൻ ഇപ്പോഴും NDAയുടെ ഭാഗമാണ്, NDA വൈസ് ചെയർമാനാണ്. NDA സ്ഥാനാർത്ഥിയായി അദ്ദേഹം കോവളത്ത് മത്സരിച്ച ആളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം എങ്ങനെയാണ് NDAയിലെ സാഹചര്യങ്ങൾ, തൃപ്തനാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയും നൽകിയിരുന്നു. ചില പ്രശ്നങ്ങളുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഇന്നെടുത്ത തീരുമാനം പ്രതിപക്ഷ നേതാവ് നേരത്തെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിൽ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസും CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസും UDFന്റെ ഭാഗമാകും. അസോസിയേറ്റ് മെമ്പർമാർ എന്നുള്ള നിലയിൽ UDFന്റെ ഭാഗമാകും. യാതൊരു തരത്തിലുള്ള ഉപാധിയുമില്ലാതെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം ചർച്ച നടത്തിയിരുന്നു. ഇല്ല, അത് ഞാൻ ഡീറ്റെയിൽസ് പറയാം. എന്നാലും ഈ ഒരു അസോസിയേറ്റ് അംഗമാക്കുമ്പോൾ VSDPയുടെ ഒരു പ്രസക്തി കൂടിയല്ലേ വരുന്നത്? ഇല്ല, VSDP ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇപ്പൊ പറയാം, എല്ലാവർക്കും ഒന്നിച്ചിപ്പോ പറയും. അല്പസമയത്തിനകം കാര്യങ്ങൾ വിശദീകരിക്കാം എന്നാണ്. 3 മണിയോടുകൂടി തന്നെ മാധ്യമങ്ങളെ കാണാം എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിലപാട് വ്യക്തമാക്കുന്നത്. നേരത്തെ UDF നേതൃത്വം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിൽ UDFന്റെ അസോസിയേറ്റ് മെമ്പറാകാൻ പോകുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി എന്നുള്ള കാര്യം വിശദീകരിച്ചതാണ്. അതിനുശേഷമാണ് താൻ ഇപ്പോഴും NDAയുടെ വൈസ് ചെയർമാൻ തന്നെയാണ്, ഗൗരവ സ്വഭാവത്തിലുള്ള ചർച്ചകൾ UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന കാര്യം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വിശദീകരിക്കുന്നത്. ലാൽകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലാൽ, തൃണമൂൽ കോൺഗ്രസും CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസും ഇവർ UDFന്റെ അസോസിയേറ്റ് മെമ്പർമാരാകാൻ പോകുന്നുവെന്ന് നേതാക്കൾ ഇന്നത്തെ UDF മീറ്റിംഗിന് ശേഷം വിശദീകരിച്ചതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയേ ഇല്ല എന്നുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നിലപാട് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.